ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ലളിതാദേവ്യൈ നമ. ഹരി ഓം. ഓം ഹരി ശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ഹരി ഓം. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 30 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 30 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചപ്പോൾ 77 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾക്ക് 31 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കാം. അപ്പോൾ ആദ്യം ശ്ലോകം വായിക്കാം. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി കരാങ്കുലിനകോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധീ ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ കണ്ഠാദകടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്നകട്യതോ ഭാഗധാരിണി. ഇനി ഈ 5 ശ്ലോകത്തിലും 2 നാമങ്ങളേ ഉള്ളൂ. 16 അക്ഷരം വരുന്ന വലിയ വലിയ നാമാണ്. അത് മുറിച്ച് ചൊല്ലാതെ ഇരിക്കുക, ഒന്നിച്ച് ചൊല്ലുക. ആദ്യത്തെ ശ്ലോകത്തിലെ 31ാമത്തെ ശ്ലോകത്തിലെ 2 നാമങ്ങൾ മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഒരു നാമം, രണ്ടാമത്തെ നാമം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി 2 നാമങ്ങൾ. ഇനി മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പം ഒരു ഗണേശ്വരനെ, അതായത് കാമേശ്വരൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്ന് ദേവി ഒരു ഗണേശ്വരനെ സൃഷ്ടിച്ചു എന്ന് അല്ലേ, ആലോകനം ചെയ്ത് മഹാദേവൻ്റെ മുഖത്തെ ആലോകനം ചെയ്ത് ഗണേശ്വരനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഞാൻ അത് മുഴുവൻ വിശദീകരിച്ച് പറഞ്ഞില്ല. പക്ഷേ ആ ഗണേശ്വരൻ എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഈ ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അത് ഏതോ ഇതിൽ പറയുന്നു 10 കൈകളും തുമ്പിക്കൈയും, ആ തുമ്പിക്കൈയിൽ ഒരു കലശം, ഒരു കനകകുംഭം, അതുമൊക്കെ പിടിച്ചിട്ടാണ് ആ ഗണേശ്വരൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു അല്ലേ. കയ്യിൽ 10 കൈയുണ്ടെന്ന് പറയുമ്പോൾ 10 കൈയിലും 10 ആയുധങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ് ആ ഗണേശൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. മാതള നാരങ്ങ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ പോമോഗ്രാനറ്റ്, ഗദ, കരിമ്പ്, പിന്നെ വില്ല്, പിന്നെ നെല്ലിൻ്റെ കതിര്, പിന്നെ മുറിഞ്ഞ ഒരു കൊമ്പ്, ഒരു കയ്യിൽ മുറിഞ്ഞ കൊമ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ താമര ഉണ്ടായിരുന്നു. പിന്നെ കയറുണ്ടായിരുന്നു, ശൂലമുണ്ടായിരുന്നു. പിന്നെ ചന്ദ്ര ഉണ്ടായിരുന്നു, നീലോൽപ്പലം, താമരയുണ്ട്, ചുമന്ന താമര, നീല താമര. ഇത്രയും 10 കയ്യും 10 കയ്യിലും ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഇനി 8 കോണുകളും
പിന്നെ 8 ശൂലവും ഒക്കെ പിടിച്ചിട്ടുള്ള ആ ദേവിയായിരുന്നു. അപ്പോൾ ഈ 10 കൈയുള്ള ഗണേശന് പിന്നെ തുമ്പിക്കൈയിൽ ഒരു കലശവും പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ വിഘ്നയന്ത്രത്തെ തകർക്കാൻ വേണ്ടി ആ ഗണേശ്വരനെ സൃഷ്ടിച്ചത്. അതായത് ഭണ്ഡാസുര യുദ്ധത്തിൽ ഭണ്ഡാസുരനൊരു യന്ത്രം ഉണ്ടായിരുന്നു, അത് സർവ അസുര യന്ത്രം എന്നതിൻ്റെ പേര്. ആ യന്ത്രത്തെ തകർക്കാൻ വേണ്ടിയാണ് ഗണേശ്വരനെ സൃഷ്ടിച്ച് ഗണേശ്വരനെ പ്രാർത്ഥിച്ചു, വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു. അപ്പം ആ യന്ത്രത്തെ തകർത്തു. അതിൽ സന്തോഷിച്ചവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് പേര് മഹാഗണേശ നിർഭിന്ന. നിർഭിന്ന എന്ന് പറഞ്ഞാൽ തകർത്ത് കളഞ്ഞ. അപ്പോൾ മഹാഗണേശനാൽ തകർത്ത, നിർഭിന്നമാക്കിയ വിഘ്നയന്ത്രം, ആ യന്ത്രത്താൽ പ്രഹർഷിതയായവൾ. പ്രകർഷേണ ഹർഷിത പ്രഹർഷിത എന്ന് പറഞ്ഞാൽ മഹാഗണേശനാൽ പൊട്ടിക്കപ്പെട്ട അല്ലെങ്കിൽ നിർഭിന്നമാക്കപ്പെട്ട വിഘ്നയന്ത്രത്താൽ സന്തോഷവതിയായവൾ, ഹർഷയായവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ വിഘ്നഗണേശ്വരനെ പ്രാർത്ഥിച്ചപ്പം ആ യന്ത്രത്തെ ആ ഗണേശ്വരൻ തകർത്ത് കളഞ്ഞു. അതിൽ സന്തുഷ്ടയായവൾ ദേവി. അതുകൊണ്ട് മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത എന്നു പേര്. അടുത്ത നാമം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഇവിടെ ശസ്ത്രവും അസ്ത്രവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഭണ്ഡാസുരേന്ദ്രനാൽ നിർമുക്തമാക്കിയ എന്ന് പറഞ്ഞാൽ ആ ഭണ്ഡാസുരൻ ദേവിയുടെ നേരെ അയച്ച ശസ്ത്രങ്ങളും എല്ലാത്തിനും തിരിച്ച് പ്രത്യസ്ത്രവർഷിണി, ആ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും എല്ലാം ദേവി അതേ നാണയത്തിൽ തന്നെ തിരിച്ചയച്ചു, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിക്കപ്പെട്ടവൾ. അപ്പം ആ ഭണ്ഡാസുരേന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട അസ്ത്രശസ്ത്രങ്ങളെ നശിപ്പിച്ചവൾ എന്ന അർത്ഥത്തിൽ ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഇവിടെ ഈ അസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന, വിക്ഷേപം ചെയ്യുന്നത് അസ്ത്രവും കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് ചെയ്യുന്നത് ശസ്ത്രവും. അപ്പോൾ ഡോക്ടർമാരൊക്കെ ചെയ്യുന്ന കാര്യം ശസ്ത്രക്രിയയാണ്. മറ്റേതോ അമ്പുമില്ലും ഉപയോഗിച്ച് കയ്യിൽ നിന്ന് അയച്ച് ചെയ്യുന്നത് എറിയുക, വിക്ഷേപം എറിയുക, അത് ചെയ്യുന്നത് അമ്പ് വില്ലൊക്കെ അല്ലേ. അപ്പം കയ്യിൽ നിന്ന് വിക്ഷേപം ചെയ്യുന്നത് അസ്ത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത് ശസ്ത്രവും. ശസ്ത്രക്രിയ അത് ഡോക്ടർമാർ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പം ഭണ്ഡാസുരേന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട അസ്ത്രശസ്ത്രങ്ങളെ നശിപ്പിച്ചവളെന്ന അർത്ഥത്തിൽ ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. അപ്പം ഈ ശ്ലോകം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. വർഷിണി എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നവൾ. പ്രത്യസ്ത്രം അതായത് ഇങ്ങോട്ട് ഭണ്ഡാസുരൻ ദേവിയുടെ നേരെ അയച്ച അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് തിരിച്ചയക്കുക, അതാണ് പ്രത്യസ്ത്രം. പ്രതിയോഗിക്കുക, തിരിച്ച് ആ അസ്ത്രങ്ങളെയും ഇതിനെയെല്ലാം അസ്ത്രവർഷത്തെ ചൊരിഞ്ഞവൾ. അതിനെയെല്ലാം എങ്ങനെയാണോ ഭണ്ഡാസുരൻ ഇങ്ങോട്ട് ശസ്ത്രങ്ങൾ അയച്ച അതേ നാണയത്തിൽ ദേവി അതിനെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദേവിക്ക് ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി എന്ന് പേര്. അടുത്ത ശ്ലോകം 32-ാമത്തെ ശ്ലോകം. 2 നാമങ്ങളാണ്. കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി എന്നൊരു നാമം. അഗ്നിനിർദഗ്ധാസുര സൈനിക. മഹാപാശുപതാസ്ത്രാഗ്നിനിർദഗ്ധാസുര സൈനിക 2ാമത്തെ നാമം. 2 നാമങ്ങൾ. അതിലാദ്യത്തെ നാമം കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. കരം എന്ന് പറഞ്ഞാൽ കയ്യ്, അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലുകൾ, നഖം എന്ന് പറഞ്ഞാൽ വിരലിലെ നഖങ്ങൾ. അപ്പം നാരായണ ദശാകൃതി, നാരായണൻ്റെ ദശം 10 ആകൃതി എന്ന് പറഞ്ഞാൽ രൂപം. അപ്പം നാരായണൻ്റെ
10 രൂപങ്ങൾ ഇവിടെ അവതാരം എന്നെടുക്കാം നമുക്ക്. അപ്പം ദേവിയുടെ 10 കൈവിരലുകളിലെ നഖങ്ങളിൽ നിന്ന് ഉണ്ടായ ഉൽപ്പന്നമായ ഉൽപ്പന്ന നാരായണൻ്റെ 10 അവതാരമാകുന്ന ആകൃതിയോടു കൂടിയവൾ. നമുക്ക് ദേവി മഹാത്മ്യത്തിൽ കാണാം. ദേവി കുറേ ദേവിമാരുടെ രൂപമെടുത്തിട്ടാണ് ഈ അസുരന്മാരെ എല്ലാം കൊല്ലുന്നത്. മധുകൈടഭവധം, മഹിഷാസുരവധം, ചണ്ഡമുണ്ടാസുരവധം, പിന്നെ ശുംഭനിശുംഭാസുരവധം, കുറേ അസുരന്മാരെ, രക്തബീജവധം, രക്തബീജൻ എന്ന് പറയുന്ന അസുരനെ, ഈ അസുരന്മാരെ എല്ലാം കൊല്ലാൻ വേണ്ടി ദേവി ദേവന്മാരുടെ ഒക്കെ ശക്തിയെ ആവാഹിച്ച്, സാക്ഷാൽ നാരായണനല്ലേ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരം, മാഹേശ്വരി, വാരാഹി, വൈഷ്ണവി എന്നൊക്കെ പറഞ്ഞ് കുറേ അവതാരങ്ങൾ എടുത്തിട്ട് ആ 10 അവതാരങ്ങൾ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ നിർമ്മിക്കുന്നു ദേവി. എന്നിട്ട് അതിൽ അസുരന്മാരാരൊക്കെയാവും? കുറേ അസുരന്മാരുടെ നമുക്കറിയാമല്ലോ. രാവണൻ, കംസൻ, ശിശുപാലൻ തുടങ്ങിയവരെല്ലാം, അവരെല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടി ദേവി എന്തു ചെയ്തു? നാരായണൻ്റെ 10 അവതാരം എടുത്തു. അതേ പറയുന്നത്. അപ്പോൾ അത് എവിടെ നിന്നാണ് ദേവി എടുത്തത്? തൻ്റെ നഖത്തിൽ നിന്ന്. ദേവി തൻ്റെ നഖത്തിൽ നിന്ന് 10 വിഷ്ണു അവതാരങ്ങളെ സൃഷ്ടിച്ചു എന്ന്. കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. 10 കൈവിരലുകളിലെ നഖങ്ങളിൽ നിന്ന് ഉൽപ്പന്നമായ നാരായണൻ്റെ 10 അവതാരമാകുന്ന ആകൃതിയോട് കൂടിയവൾ എന്നർത്ഥം. അടുത്ത നാമം മഹാപാശുപതസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക. മഹാപാശുപതാസ്ത്രം കൊണ്ട് മുഴുവൻ അസുര സൈന്യത്തെയും നശിപ്പിച്ചവൾ എന്നർത്ഥം. അപ്പം മഹാപാശുപതാസ്ത്ര അഗ്നിയിൽ നിന്ന് ഉണ്ടായ, അല്ലേ, ആ പാശുപതാസ്ത്രത്തിൽ നിന്നുണ്ടായ അഗ്നി കൊണ്ട് മുഴുവൻ അസുര സൈന്യത്തെയും നശിപ്പിച്ചവൾ എന്നർത്ഥം. അപ്പോൾ ആ ശ്ലോകം കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക. ആ അസുര സൈന്യത്തെ മുഴുവനും നിർദഗ്ധമാക്കിക്കളഞ്ഞു ദേവി. ഇനി അടുത്ത ശ്ലോകം കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. ഇവിടെ കാമേശ്വര അസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. ശൂന്യക എന്ന് പറഞ്ഞത് ശൂന്യകം എന്ന നഗരം, നമ്മുടെ അസുരന്മാരുടെ എല്ലാം നഗരമാണ്. അപ്പോൾ അതിനെ എന്തു ചെയ്തു? കാമേശ്വരൻ്റെ അസ്ത്രം, കാമേശ്വര അസ്ത്രം കൊണ്ട് ഭണ്ഡാസുരനോട് കൂടി, ഭണ്ഡാസുരനോട് കൂടി ശൂന്യകം എന്ന നഗരവും ദഹിപ്പിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ ആ നഗരവും ദഹിപ്പിച്ചു ദേവി. ഒന്നും ശേഷിക്കാതെ, ഒന്നും ബാക്കി വയ്ക്കാതെ ആ നഗരത്തോടു കൂടി തന്നെ ആ ഭണ്ഡാസുരനെ നശിപ്പിച്ചു. അതാണ് മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക എന്ന് ആദ്യം പറഞ്ഞു, സൈന്യത്തെ നശിപ്പിച്ച. രണ്ടാമത് കാമേശ്വര അസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. ഇവിടെ ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞത് ഭണ്ഡാസുരനോട് കൂടി എന്ന അർത്ഥത്തിൽ. ഭണ്ഡാസുര സൈനിക ശൂന്യക, ഭണ്ഡാസുര ശൂന്യക. ശൂന്യകം എന്ന ഭണ്ഡാസുരൻ്റെ നഗരത്തോടുകൂടി ആ ഭണ്ഡാസുരനെ ദഹിപ്പിക്കപ്പെട്ടു. അതായത് കാമേശ്വര അസ്ത്രം കൊണ്ട് ഭണ്ഡാസുരനോട് കൂടി ശൂന്യകം നഗരവും ദഹിപ്പിക്കപ്പെട്ടവൾ ദേവിയാണ്. അത് ദഹിപ്പിച്ചു കളഞ്ഞതുകൊണ്ട്. ഇവിടെ നിർദഗ്ധ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുക, പൊട്ടിച്ചു കളയുക എന്നൊക്കെ അർത്ഥം.
കാമേശ്വര അസ്ത്ര നിർദഗ്ധ അസ്ത്രം കൊണ്ട് നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. കാമേശ്വര അസ്ത്രം കൊണ്ട് ഭണ്ഡാസുരനോട് കൂടി ശൂന്യകം എന്ന നഗരവും ദഹിപ്പിക്കപ്പെട്ടവൾ എന്നർത്ഥം. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. ഇനി ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. ബ്രഹ്മ, ഉപേന്ദ്ര, മഹേന്ദ്ര, ആദി, ദേവ സംസ്തുത വൈഭവ. ബ്രഹ്മ, ഉപേന്ദ്രൻ ഇന്ദ്രൻ്റെ അനുജൻ. അതായത് ഉപേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളുടെ കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും മക്കളായ 12 മക്കളിൽ ഏറ്റവും ഇളയവൻ വാമനനായിട്ട് അവതരിച്ചു. ആ വാമനാണ് ഇവിടെ ഉപേന്ദ്രൻ. പിന്നെ മഹേന്ദ്രൻ എന്ന് പറഞ്ഞത് ഇന്ദ്രൻ, മഹാ ഇന്ദ്രൻ, വലിയ ഇന്ദ്രൻ. അപ്പോൾ ബ്രഹ്മാവ്, ഉപേന്ദ്രൻ, മഹേന്ദ്രൻ ആദിദേവന്മാരാൽ സംസ്തുത വൈഭവ. സംസ്തുതം എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ട് സ്തുതിക്കപ്പെടാനുള്ള അത്ര വൈഭവത്തോടു കൂടിയവൾ. ബ്രഹ്മ, ഉപേന്ദ്രൻ, മഹേന്ദ്രൻ ആദിയായ ദേവന്മാരാൽ സ്തുതിക്കപ്പെടുവാൻ തക്ക വൈഭവത്തോടു കൂടിയവൾ ദേവി. അതുകൊണ്ട് ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ. അപ്പോൾ ഈ ശ്ലോകം കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ. അതിഥി ദേവിയുടെ 12 മക്കളിൽ ഏറ്റവും ഇളയവനായ 12ാമത്തെ മകനായി വാമനനായിട്ട് ഭഗവാൻ അവതരിച്ചു, അല്ലേ? ബലിയുടെ അഹങ്കാരം തീർക്കാനായിട്ട്. ആ വാമനാണ് ഇവിടെ ഉപേന്ദ്രനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഇന്ദ്രൻ്റെ അനുജനായി വരും. ഇന്ദ്രനും ആ ദേവിയുടെ തന്നെ മകനാണ്. അതുകൊണ്ട് അപ്പം ഈ 2 ശ്ലോകം കഴിഞ്ഞു. അടുത്ത ശ്ലോകം ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധീ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജാം. ഇവിടെ ഹരനേത്ര അഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധീ. ഈ കാമേശ്വര ഹരൻ എന്ന് പറഞ്ഞാൽ മഹാദേവനാണ്. ആ മഹാദേവൻ്റെ നേത്രത്തിൽ നിന്നുണ്ടായ അഗ്നി കൊണ്ട് സന്ദഗ്ധമായ, സമ്യക്കായിട്ട് ദഗ്ധമായ, ദഹിപ്പിക്കപ്പെട്ട കാമന് ജീവന കൊടുക്കാനായിക്കൊണ്ട് ഔഷധമായി ദേവി, അതായത് മഹാദേവൻ തൻ്റെ 3ാമത്തെ കണ്ണുകൊണ്ട് കാമദേവനെ ഭസ്മമാക്കി. കഥയുണ്ട്. ആ ഭസ്മമാക്കിയപ്പോൾ രതീദേവി കരഞ്ഞ് ദേവിയോട് പ്രാർത്ഥിച്ചു തൻ്റെ ഭർത്താവിനെ തിരിച്ചു തരാൻ. അപ്പോൾ ദേവി ഭഗവാനെ ഒരു നോട്ടം നോക്കി എന്ന് പറഞ്ഞു, ഒരു കടക്കണ്ണിട്ടൊരു നോട്ടം നോക്കി. അപ്പോൾ ഭഗവാന് മനസ്സിലായി രതീദേവിയുടെ ഭർത്താവിനെ തിരിച്ചു കൊടുക്കണം. അതിന് ആ ദേവി എന്തിനാ നോക്കുന്നതെന്നും ദേവിയുടെ ഒരു കടക്കണ്ണോട്ടം കൊണ്ട് ഭഗവാന് മനസ്സിലാകും. അപ്പം ആ ദേവി ആണ് കാമനെ രക്ഷിച്ചത്, ജീവൻ കൊടുത്തത്. അതുകൊണ്ട് ഈ നാമം ഹരനേത്ര അഗ്നി സംദഗ്ധ സമ്യക്കായിട്ട് ദഹിപ്പിക്കപ്പെട്ട കാമസഞ്ജീവന ഔഷധി, കാമൻ്റെ ജീവന് ഔഷധിയായി തീർന്നവൾ എന്ന് പറഞ്ഞാലോ, ഹരൻ്റെ ശിവൻ്റെ നേത്രാഗ്നി കൊണ്ട് സംഹരിച്ച കാമദേവനെ സഞ്ജീവനം ചെയ്യാൻ ഔഷധിയായി ഭവിച്ചവൾ ദേവി. അതുകൊണ്ട് അതായത് കാമദേവന് ജീവൻ കൊടുത്തു, അതിന് ദേവി സഹായിച്ചു. അതുകൊണ്ട് ദേവിക്ക് ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധി എന്ന് പേര്. അടുത്ത നാമം ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ. ഇവിടെ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ. ശ്രീമദ് വാഗ്ഭവകൂടം, ശ്രീമത്തായ വാഗ്ഭവകൂടം ഏകസ്വരൂപമായ മുഖമാകുന്ന പങ്കജം. അതെന്താണെന്ന് ചോദിച്ചാൽ പഞ്ചദശാക്ഷരി മന്ത്രമാണത്. നമ്മുടെ ശ്രീവിദ്യാ മന്ത്രത്തിലെ പഞ്ചദശാക്ഷരി
മന്ത്രം. അതായത് ദശാക്ഷരി മന്ത്രം എന്ന് പറയും. പഞ്ചദശാക്ഷരി, 5 ദശം 10. അപ്പം 15ൻ്റെ കൂടെ 15 മന്ത്രങ്ങളുടെ കൂടെ ശ്രീം എന്നൊരു മന്ത്രവും കൂടെ ചേർത്ത് ശ്രീവിദ്യാമന്ത്രം. അതിലാദ്യത്തെ 5 വാക്കുകൾ 5 അക്ഷരം കൊണ്ട് വാഗ്ഭവകൂടവും, അടുത്ത 6 അക്ഷരം കൊണ്ട് മധ്യകൂടവും, പിന്നത്തെ 4 അക്ഷരം കൊണ്ട് ശക്തികൂടവുമായി ഭവിച്ചു. അപ്പോൾ ശ്രീചക്രം പഞ്ചദശാക്ഷരി മന്ത്രവും ശ്രീയും ചേർന്നപ്പോൾ ശ്രീവിദ്യാമന്ത്രമായി. ആ ശ്രീവിദ്യാമന്ത്രത്തിലെ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് 3ആയിട്ട് തിരിച്ചു. ആ മൂന്നിൻ്റെയും അത് മുഖം, ദേവിയുടെ മുഖമായി ഇത് ചെയ്തിട്ട് ആ പങ്കജം താമരയോട് ഉപമിക്കുന്നു. അപ്പോൾ പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ ആദ്യത്തെ 5 അക്ഷരം വാഗ്ഭവകൂടമാകുന്ന മുഖവും മുഖമായ പങ്കജത്തോട് കൂടിയവൾ എന്നർത്ഥം. ദേവിയുടെ മുഖത്തെ ഒരു താമരയായി ഉപമിച്ചിട്ട് അതിനെ വാഗ്ഭവകൂടമെന്നും ഈ 3 കൂടങ്ങളായിട്ട് ഇത് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ 5 അക്ഷരം വാഗ്ഭവകൂടം, അത് മുഖം. അങ്ങനെ മുഖമായിരിക്കുന്ന 5 അക്ഷരങ്ങളായിരിക്കുന്ന വാഗ്ഭവകൂടത്തോട് കൂടിയവൾ, അങ്ങനെയുള്ള മുഖത്തോട് കൂടിയവൾ എന്നർത്ഥം. അടുത്ത ആ ശ്ലോകം അപ്പം ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവന ഔഷധീ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ. വാഗ്ഭവകൂടം എന്ന ഏകസ്വരൂപമായ മുഖപങ്കജത്തോടു കൂടിയവൾ എന്നർത്ഥം. അടുത്തത് കണ്ഠാത കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. ആദ്യത്തെ വാഗ്ഭവകൂടം പറഞ്ഞു. ഇനി അത് നമ്മുടെ മുഖമാണ്, ദേവിയുടെ മുഖം. അടുത്തത് മധ്യകൂടം. മധ്യകൂടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 6 അക്ഷരം അല്ലേ? ആ 6 അക്ഷരം ചേരുന്നത്. പിന്നത്തെ 4 അക്ഷരം കൂടുന്നത് ശക്തികൂടം. അപ്പോൾ ഇവിടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിങ്ങനെ 3 ശക്തികൾ ഉണ്ടായി. ആ ശക്തികളെക്കുറിച്ചൊക്കെയാണ് ഇനി ഇങ്ങോട്ട് മുഴുവനും അങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം കണ്ഠാഥ കടിപര്യന്തം. കണ്ഠാഥ എന്ന് പറഞ്ഞാൽ കണ്ഠം, കഴുത്തിൻ്റെ അധോഭാഗം, താഴഭാഗം, കണ്ഠത്തിൻ്റെ താഴഭാഗമായ കടിപര്യന്തം, കടിഭാഗം എന്ന് പറഞ്ഞാൽ കഴുത്തിന് താഴെയുള്ള മധ്യഭാഗം, ഉടല് വരെ, വയറുവരെ എന്നൊക്കെ പറയാം. കണ്ഠാത കടിപര്യന്തം. അന്തം എന്ന് പറഞ്ഞാൽ അവസാനം വരെ, അതായത് കടി എന്ന് പറഞ്ഞാൽ അരക്കെട്ട്. അപ്പം കഴുത്തിന് താഴെ ഉള്ള മധ്യഭാഗം, അരക്കെട്ട് വരെയുള്ള ആ ഭാഗത്തിനെയാണ് മധ്യകൂടം എന്ന് പറയുന്നത്. അപ്പോൾ ആ മധ്യഭാഗത്തോടു കൂടിയവൾ എന്ന് അർത്ഥം. അപ്പം കണ്ഠാത കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി, കഴുത്തിന് താഴെ ഉള്ള മധ്യകൂടത്തോടു കൂടിയവൾ എന്ന് അർത്ഥം. അരക്കെട്ട് വരേക്കും ഉള്ളത്, ഹൃദയം മുതൽ താഴോട്ട്. അതായത് അതിനെ കാമരാജകൂടം എന്നൊക്കെ പറയും. നമ്മൾ അത്രയൊന്നും അങ്ങോട്ട് പോകണ്ട, മുഴുവനൊന്നും വിവരിക്കാൻ നമ്മളൊന്നും ആളല്ല. നല്ല പണ്ഡിതന്മാർക്ക് മാത്രമേ അതൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിരഹസ്യമാണ് ഇതൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കുക ആദ്യത്തെ മുഖം, ദേവിയുടെ ആ മുഖമാകുന്ന ഭാഗം അത് വാഗ്ഭവകൂടം. 3 കൂടങ്ങളായിട്ട് തിരിച്ചിട്ട് 5 അക്ഷരം, ആദ്യത്തെ 5 അക്ഷരം മുഖമായിട്ടും ആ മുഖത്തിനെ വാഗ്ഭവകൂടമെന്നും താഴെ കഴുത്തിന് താഴോട്ടുള്ള മധ്യഭാഗം, അരക്കെട്ട് വരേക്കുമുള്ള ഭാഗം മധ്യകൂടമായിട്ടും അത് അടുത്ത 6 അക്ഷരം, 6 5 11ആയി. പിന്നെ 4 അക്ഷരങ്ങൾ ശക്തികൂടമായിട്ടും തിരിച്ചിട്ട് ആ ശക്തികൂടം എന്ന് പറയുന്നതാണ് താഴോട്ട് പിന്നെയുള്ള ഇത്. അതായത് 6 5 11 4 15 അക്ഷരങ്ങൾ. അതിൻ്റെ കൂടെ ശ്രീം എന്നും കൂടെ കൂടുമ്പോഴേ ശ്രീവിദ്യാമന്ത്രമാവുള്ളൂ. അപ്പോൾ ആ ശ്രീവിദ്യാമന്ത്രത്തിലെ 15 അക്ഷരങ്ങളെ കൊണ്ട് 3 കൂടങ്ങളായി തിരിച്ച് വാഗ്ഭവകൂടമെന്നും മധ്യകൂടമെന്നും ശക്തികൂടമെന്നും തിരിച്ചിട്ട് അതേപ്പറ്റിയാണ് ഈ പറഞ്ഞ. അപ്പം ശക്തി കൂടൈക താപന്ന കട്ടിയതോ ഭാഗധാരിണി,
ശക്തികൂടം ഏകതാപന്നം കട്ടിയതോഭാഗധാരണി. അതായത് ശക്തികൂടത്തിനായിട്ട് ഏകതാപന്ന കടിയുടെ അധോഭാഗത്തോടു കൂടിയവൾ. അതായത് അരക്കെട്ടിൻ്റെ അധോഭാഗം, അരക്കെട്ട് മുതൽ താഴോട്ടുള്ള ഭാഗം, അത് ക്രിയാശക്തിയായിട്ട് ഇത് ചെയ്തിരിക്കുന്നു. ക്രിയാശക്തിയായി ശക്തികൂടൈകം, ശക്തികൂട ഏകതാപന്നം കഠ്യഭാഗം അധോഭാഗം ധാരിണി, ആ ധാരത്തോടു. അപ്പം ശക്തികൂടത്തിനായി ഏകതാപന്ന കടിയുടെ അധോഭാഗത്തോടു കൂടിയവൾ ദേവി. അതുകൊണ്ട് ശക്തികൂടൈക താപന്ന കട്യതോഭാഗധാരിണി. കടി അരക്കെട്ടാണ്, കട്യതോഭാഗം കടിയുടെ അരക്കെട്ടിൻ്റെ താഴെ ഭാഗം. ശക്തികൂടക ഏക ഒന്ന്, ഏകരൂപമായിരിക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം കണ്ഠാതകടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്ന കട്യതോ ഭാഗധാരിണി. കടിഭാഗം, കട്യതോ ഭാഗം, കടിയുടെ അധോഭാഗം, താഴഭാഗം എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകം മുഴുവനും നമുക്കൊന്നും കൂടി വായിക്കാം. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. മഹാഗണേശ്വരനാൽ നിർഭിന്നമായ വിഘ്നയന്ത്രത്താൽ ഹർഷയായവൾ. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി. ഭണ്ഡാസുരേന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട അസ്ത്രശസ്ത്രങ്ങളെ നശിപ്പിച്ചവൾ. കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. 10 കൈവിരലുകളിലെ നഖങ്ങളിൽ നിന്ന് ഉൽപ്പന്നമായ നാരായണൻ്റെ 10 അവതാരമാകുന്ന ആകൃതിയോടുകൂടിയവൾ. മഹാപാശുപതസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക. അഗ്നിയിൽ അഗ്നി കൊണ്ട്, ആ പാശുപതാസ്ത്രത്തിൽ നിന്നുണ്ടാകുന്ന അഗ്നി കൊണ്ട് മുഴുവൻ അസുര സൈന്യത്തെയും നശിപ്പിച്ചവൾ. അസുര സൈനിക. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സപണ്ഡാസുരശൂന്യക. കാമേശ്വരാസ്ത്രം കൊണ്ട് ഭണ്ഡാസുരനോടുകൂടി ശൂന്യകം എന്ന നഗരവും ദഹിപ്പിക്കപ്പെട്ടവൾ. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ. ബ്രഹ്മ, മഹേന്ദ്രൻ, ഉപേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളവൾ, അല്ലെങ്കിൽ സ്തുതിക്കപ്പെടത്തക്ക വൈഭവത്തോടു കൂടിയവൾ. ഹരനേത്രാഗ്നിസന്ധക്ത കാമസഞ്ജീവന ഔഷധി. ഹരനേത്രൻ, ഹരൻ്റെ, ശിവൻ്റെ നേത്രാഗ്നി കൊണ്ട് സംഹരിക്കപ്പെട്ട കാമദേവന് ജീവൻ ചെയ്യാനായി, ജീവൻ കൊടുക്കാനായി, അല്ലെങ്കിൽ കാമദേവനെ ജീവിപ്പിക്കാനായി ഔഷധിയായി ഭവിച്ചവൾ. അടുത്തത് ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ. ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ. പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ ആദ്യത്തെ 5 അക്ഷരം വാഗ്ഭവകൂടമാകുന്ന മുഖമാകുന്ന താമരയോടു കൂടിയവൾ. താമരയാകുന്ന മുഖത്തോടു കൂടിയവൾ. ദേവിയുടെ മുഖത്തെ താമരയായിട്ട് ഉപമിച്ചിരിക്കുന്നു. അതായത് ദേവിയുടെ സൂക്ഷ്മ രൂപത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. കണ്ഠാതകടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. മധ്യകൂടമാകുന്ന കണ്ഠത്തിൻ്റെ അടിഭാഗം, കഴുത്തിന് താഴോട്ടുള്ള ഭാഗം മുതൽ കടിപര്യന്തം, കടി വരെയുള്ള ഭാഗത്തെ മധ്യ ഇതെന്ന് പറയുന്നു. അപ്പോൾ ആ കഴുത്തിന് താഴെയുള്ള മധ്യകൂടത്തോടു കൂടിയവൾ. ശക്തികൂടൈകതാപന്ന കട്യതോ ഭാഗധാരിണി. ശക്തികൂട ഏകതാപന്ന കട്യതോ ഭാഗധാരിണി. ശക്തികൂടത്തിനായി ഏകതാപന്ന കടിയുടെ അധോഭാഗത്തോടു കൂടിയവൾ, അതായത് ക്രിയാശക്തി. അപ്പോൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, അത് 3മാണ്. ഈ 3 മുഖം ഇച്ഛാശക്തിയാണ്, മധ്യഭാഗം ഹൃദയം അത് ജ്ഞാനശക്തിയാണ്, ലാസ്റ്റ് ശക്തികൂടം അതായത് ക്രിയാശക്തി. ഇങ്ങനെ 3 ശക്തികൾ. അപ്പോൾ ഈ ശ്ലോകം മുഴുവനൊന്നും കൂടി വായിക്കാം.
മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്രപ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി കരാങ്കുലിനഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക കാമേശ്വരാസ്ത്രനിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നിസന്ധക്ത കാമസഞ്ജീവനൗഷധീ ശ്രീമദ്വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ കണ്ഠാതകടിപര്യന്തമധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്നകട്യതോ ഭാഗധാരിണി. ഹരി ഓം. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. അമ്മേ നാരായണ.